أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غسالي نور إله السماء قلب الغريب كما نورت قلب إمام الناس غسالي يا ربي يسر لنا كل الأمور كما يسرت يا ربنا للشيخ غسالي. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നലകളിൽ വന്നുപോയ നമ്മുടെ ചെറുതും വലുതുമായ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അഖിലവും അവൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ തൃപ്തിയിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നമുക്ക് ഇൽമിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു നൽകി അവരോട് കരുണ ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനിക്കുമാറാകട്ടെ, ദീർഘായുസ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി നൽകി നമ്മെ സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, വളരെയധികം വിശേഷപ്പെട്ട, വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ രാപകലുകളിലൂടെയാണ് നമ്മൾ മുസ്ലിമീങ്ങൾ, ലോക സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിക്കുകയുണ്ടായി, വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വളരെയധികം പവിത്രതകളും പ്രത്യേകതകളും നിറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, ഖുർആനിലൂടെ പേരെടുത്തു പറഞ്ഞ് സത്യം ചെയ്തതായ 10 ദിനരാത്രങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ വളരെയധികം ബഹുമാനവും വളരെയധികം പവിത്രതകളും നിറഞ്ഞതായ ദിവസങ്ങളാണ് എന്ന് മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഉലമാക്കൾ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായ സമയങ്ങളും ദിവസങ്ങളുമാണ്. അങ്ങനെയുള്ളതായ ഈ 10 ദിവസങ്ങളിൽ തന്നെ നമ്മിലേക്ക് വരാനിരിക്കുന്നതായ ഒരു പകലുണ്ട്. നമുക്കറിയാം, ദുൽഹജ്ജ് 9-ന്റെ അന്നുള്ള അറഫാ ദിനം, അറഫയുടെ ആ ദിനം എന്നുള്ളത് ഈ പറയപ്പെട്ട 10 ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേക പരിഗണനകളും ഭൂമിയിലുള്ള മനുഷ്യർക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ഒരു പകലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിനത്തിന്റെ പ്രത്യേകതകളെ പറ്റി ധാരാളം ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മാലാകമാരും ഭൂമിയിലുള്ള മാലോകർ മുഴുവനും തന്നെ അന്നേ ദിവസം ആ അറഫയുടെ പവിത്രതകൾ വാങ്ങിയെടുക്കുവാൻ വേണ്ടി ധൃതിപ്പെടുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. മാലാകമാർ മുഴുവനും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അറഫയിൽ സംഗമിക്കുന്ന ലക്ഷക്കണക്കിന് ഹാജിമാരോടൊപ്പം അവരും ദുആകളിലും ദിക്റുകളിലുമായി മുഴുകുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ സമത്വം വിളംബരം ചെയ്യുന്ന മഹത്തായ ഒരു ദിനമാണ് അറഫാ ദിനം എന്നുള്ളത്. നമുക്കറിയാം,
നമ്മുടെ നാടുകളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പോകുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, അറേബ്യയിൽ നിന്നും, നമ്മുടെ ഇന്ത്യയിൽ നിന്നും, അങ്ങനെ ലോകത്തിൻ്റെ എവിടെയെല്ലാം മനുഷ്യവാസമുണ്ടോ, മുസ്ലിമീങ്ങളുണ്ടോ, അവിടെ നിന്നെല്ലാം മനുഷ്യർ, മുസ്ലിമീങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ച് ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് അറഫ എന്നുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാകും, അറഫ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള 10 കിലോമീറ്ററോളം നീളവും 6 കിലോമീറ്ററോളം വീതിയുമുള്ളതായ ഒരു പ്രവിശാലമായ ഒരു മൈതാനം, ഒരു സ്ഥലമാണ് അറഫ എന്നുള്ളത്. ആ അറഫയിലേക്ക് ലോകം മുഴുവനും ചുരുങ്ങുന്നതായ ഒരു സമയം, ഒരു ദിനമാണ് അറഫാ ദിനം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടത്തേക്ക് ലോകം ചെറുതാകുന്നതായ ഒരു ഇടമാണ് അറഫ എന്നുള്ളത്. ലോകത്തിലുള്ള കറുത്തവരാകട്ടെ, ചുമന്നവരാകട്ടെ, വെളുത്തവരാകട്ടെ, എല്ലാ തരം നാനാ വിഭാഗത്തിലുള്ള നാനാ സൃഷ്ടിപ്പിലുള്ളതായ പല കോലങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ പല വൈവിധ്യങ്ങളും ഒരുമിച്ച് കൂടുന്നതായ സമത്വമായ ഒരു സുന്ദരമായ മൈതാനമാണ്, ഒരു സമയമാണ് അറഫ. അറഫ എന്ന് പേര് പറയുവാനുള്ളതായ കാരണത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെയും ഹവ്വാ ബീവിയെയും സൃഷ്ടിക്കുകയും നിങ്ങൾ സ്വർഗത്തിൽ യഥേഷ്ടം വിഹരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും സ്വർഗത്തിലുള്ളതായ മുഴുവൻ അനുഭൂതികളും അനുഗ്രഹങ്ങളും കായകനികളും ഭക്ഷിക്കുവാൻ പറഞ്ഞതായ സന്ദർഭമെല്ലാം നാം കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ, ഫലം കഴിക്കുന്നതിനെ വിലക്കുകയുണ്ടായി. വലാ തഖറബാ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തടയലിനെ, ഒരു നിരോധനത്തെ അവരുടെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. എന്നാൽ മനുഷ്യകുലത്തിന്റെ തന്നെ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ദുർമന്ത്രത്തിൽ വീണുകൊണ്ട് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിണിത ഫലമായി നമ്മുടെ പിതാവായ ആദമിനെയും നമ്മുടെ പിതാവായ ഹവ്വയെയും റളിയല്ലാഹു അൻഹും ഇരുവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവരെ രണ്ടുപേരെയും ലോകത്തിന്റെ 2 ദിക്കുകളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. ആദം നബിയെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ ഇന്നത്തെ ശ്രീലങ്കയുടെ ഭാഗത്തേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കി വിടുകയും ഹവ്വാ ബീവിയെ സൗദിയുടെ ഭാഗമായ ജിദ്ദയുടെ ഭാഗത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു എന്ന് താരീഖിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും അവരിരുവരും പരസ്പരം കാണാതെ, അറിയാതെ, മിണ്ടാൻ പറ്റാതെ ഭൂമിയിൽ ഏകരായി 2 ദിക്കുകളിലായി അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റിനെ പറ്റി പശ്ചാത്തപിച്ചുകൊണ്ട് അവരുടെ സമയങ്ങൾ കഴിച്ചു നീക്കി. അങ്ങനെ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവരുടെയും തൗബയെ സ്വീകരിക്കുകയാണ്. അങ്ങനെ 2 കൂട്ടരും പിന്നീട് തിരിച്ചറിഞ്ഞതായ, പരസ്പരം കണ്ടുമുട്ടിയതായ ഒരു ഇടമാണ് നാം ഇന്ന് പറയുന്ന അറഫ എന്നുള്ളതായ മൈതാനം. അറഫ എന്ന പദത്തിന്റെ വാക്കർത്ഥം തന്നെ തിരിച്ചറിഞ്ഞു, അറിഞ്ഞു എന്നൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അറഫ എന്ന് പേര് വരാനുണ്ടായ കാരണമെന്ന് നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രത്തിൽ നിന്നും നമുക്ക് തിരിച്ചറിയേണ്ടതായ ഒരു വസ്തുത, നാം തിരിച്ചറിയേണ്ടതായ വസ്തുത എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം യോജിപ്പോടുകൂടി, പരസ്പരം ഇണക്കത്തോടുകൂടി പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ളതായ വലിയ ഒരു തിരിച്ചറിവാണ് ഈ അറഫയുടെ ചരിത്രം, അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മാലോകരായ നമ്മോട് വിളിച്ചു പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ജീവിക്കുവാൻ പാടില്ല. അവർക്കൊരിക്കലും ഏകാന്തമായ ജീവിതം, പിണങ്ങിയുള്ളതായ ജീവിതം ശാശ്വതമല്ല എന്നതായ മൂല്യവത്തായ പാഠം ഈ അറഫയുടെ ഈ സമ്മേളനം, ആ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മഹാപ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും തന്റെ പൊന്നോമന മകനെ ബലി കൊടുക്കണം എന്നുള്ള തരത്തിലുള്ളതായ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ദുൽഹജ്ജ് 8-ന്റെ ദിവസം, യൗമു തർവിയ ദിവസത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം
ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കണമെന്നുള്ളതായ വലിയതായ ഒരു സ്വപ്നം കാണുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയതായ ഒരു ആശയക്കുഴപ്പത്തിലായി. ഒരു സംശയം, ഇത് എന്നെ പിശാച് കാണിച്ച സ്വപ്നമാണോ അതല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ അറിയിപ്പാണോ വഹിയാണോ എന്നുള്ള വിഷയത്തിൽ സംശയത്തിലായത് ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്ന് പറയുന്നതായ ദുൽഹജ്ജ് 8-ന്റെ അന്നാണ്. ആ സ്വപ്നത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ കാര്യമാണ് തന്നെ അറിയിച്ചത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയത് ദുൽഹജ്ജ് 9-ന്റെ അന്ന് അറഫ ദിവസത്തിലായിരുന്നു. അങ്ങനെയുള്ളതായ അത് വഹിയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചത് ദുൽഹജ്ജ് 9-ന്റെ ഈ അറഫയുടെ ദിനത്തിലായിരുന്നു എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, ഹജ്ജ് നമുക്കറിയാമല്ലോ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒടുവിലത്തെ ഫറളായ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജ് കർമ്മം ശരിയാവണമെങ്കിൽ, ആ ഹജ്ജ് കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച നിലയ്ക്ക് അത് സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഹജ്ജിന്റെ ഫർളുകളായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ളതായ ധാരാളം സഹോദരങ്ങൾ ഉംറ ചെയ്തിട്ടുള്ളവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കുമുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഉംറ ചെയ്യുമ്പോൾ നാം ചെയ്യാത്തതായ ഒരു കർമ്മം അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ്. ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ആരും അറഫയിൽ നിൽക്കാറില്ല. എന്നാൽ ഹജ്ജിന് പോകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അറഫയാണ്. അറഫയിൽ നിശ്ചിത സമയം ചിലവഴിച്ചാലാണ് അവന്റെ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ബൈത്തിൽ മഹാനവർകൾ പാടുകയാണ്, ഹജ്ജെന്ന കർമ്മത്തിൻ മർമ്മം വന്നേ, റബ്ബിന്റെ ഇഷ്ട സദസ് അറഫ തന്നെ. ഹജ്ജ് എന്ന കർമ്മത്തിന്റെ മർമ്മം എന്നത് അറഫയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു വെച്ചത്, അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ളതായ ഒരു അമലാണ്, ഒരു ദിനമാണ് അറഫ മൈതാനവും അറഫയിൽ നിൽക്കൽ എന്നുള്ളതുമായതായ ഒരു സൽക്കർമ്മം. അറഫ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിലൂടെ വളരെയധികം പവിത്രതയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്നും നിങ്ങൾ പോകുമ്പോൾ, അറഫയിൽ നിന്നും യാത്രയാകുമ്പോൾ, ഫദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കുക. അറഫയിൽ നിൽക്കുക എന്നുള്ളതായ ഫർളായ കാര്യം കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക. ഇൻദൽ മശ്അരിൽ ഹറാം, മുസ്ദലിഫയിൽ എത്തുന്നതായ സാഹചര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, അറഫയ്ക്ക് ഹജ്ജിലും അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലും വളരെയധികം പവിത്രതകളും പ്രത്യേകതകളും ഉണ്ട്. 5 പ്രത്യേകതകൾ ഈ അറഫ ദിവസത്തിന്, അറഫയിലുള്ളതായ നൃത്തത്തിന് ഉണ്ട് എന്ന് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി നാം പറഞ്ഞു പോയ വിഷയമാണ്, അറഫ ദിനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ് സത്യം ചെയ്തതായ ഒരു ദിവസമാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തിലൂടെ നാം അതിന്റെ ആദ്യ ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. സൂറത്തുൽ ബുറൂജിന്റെ തുടക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഒരു ശൈലിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുവാൻ വേണ്ടി ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നതായ ഓരോ വാക്കുകളും ഓരോ വസ്തുക്കളും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയായതും സാക്ഷിയാക്കപ്പെട്ടതുമായത് തന്നെ സത്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. വൽ യൗമുൽ മഷ്ഹൂദ്, യൗമുൽ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫ ദിവസമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസാണ്. അതാണ് അറഫ ദിനത്തിന്റെ, അറഫയുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്നുകൊണ്ട് ഒരു യഹൂദിയായ മനുഷ്യൻ പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മശ്അറൽ യഹൂദി നസലത്. നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ പാരായണം ചെയ്യുന്നതായ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങളുടെ അടുക്കലാണ് നമുക്കായിരുന്നു അവതരിച്ചത് എങ്കിൽ ലത്തഖദിനാ ദാലിക്കൽ യൗമ ഈദ, ആ അവതരിച്ച ദിവസത്തെ നാം പെരുന്നാളായിട്ട് ആനന്ദിക്കാനുള്ളതായ ഒരു സുദിനമായിട്ട് നാം കൊണ്ടാടുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയ്യു ആയ, ഏത് ആയത്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് യഹൂദിയോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ നാം പറഞ്ഞു വെച്ചതായ ആയത്തുകളാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നാം നിങ്ങളുടെ ദീനിനെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്കുള്ളതായ ജീവിത സംഹിതയായിട്ട് മാർഗദർശനമായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൂർത്തിയാക്കിയതായിട്ട് അറിയിക്കുന്നതായ ഒരു ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയത് ഞങ്ങളിലേക്കായിരുന്നുവെങ്കിൽ ആ സുദിനത്തെ നാം പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു എന്ന് യഹൂദിയായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, അറഫ്നാ ദാലിക്കൽ യൗമ വൽ മകാൻ. നീ പറഞ്ഞതായ ആ ആയത്തിനെയും ആ പറഞ്ഞതായ സ്ഥലത്തെയും, അതായത് ആ ആയത്ത് അവതരിച്ചതായ സ്ഥലത്തെയും നമുക്കറിയാം. അല്ലദീ നസലത് ഫീഹി അലൻ നബിയ്യി വഹുവ ഖായിമുൻ ബിഅറഫ. ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങൾ അറഫയിൽ നിൽക്കുകയായിരുന്നു. മാത്രമല്ല വഫീ യൗമിൽ ജുമുഅ, അത് ഒരു വെള്ളിയാഴ്ച ദിവസവുമായിരുന്നു. അതായത് ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നിന്നുകൊണ്ട് ഹജ്ജത്തുൽ വിദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ നബി തങ്ങൾ ഒരൊറ്റ ഹജ്ജാണ് ചെയ്തിരിക്കുന്നത്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അറഫയിൽ നിൽക്കുന്നതായ സന്ദർഭത്തിലായിരുന്നു ഈ ആയത്തിനെ അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം. മാത്രമല്ല അതൊരു വെള്ളിയാഴ്ച ദിവസമാണെന്നും നമുക്കറിയാം. ആയതുകൊണ്ട് സഹോദരങ്ങളെ, അറഫയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം നാം നമ്മുടെ ഒരു പെരുന്നാളായിട്ട് പരിഗണിക്കേണ്ടതായ ദിവസമാണ്. നമുക്കറിയാമല്ലോ, വിശ്വാസിയുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം. വിശ്വാസികൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പരസ്പരം സന്തോഷിക്കുകയും സലാം പറയുകയും ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇതുകൊണ്ട് കൂടിയാണ് വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമുഅ, ഒരുമിച്ച് കൂടുന്ന ദിവസം എന്നുള്ളതായ പ്രാധാന്യവും ഇസ്ലാമിൽ വന്നത് എന്ന് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. നാം അതുകൊണ്ട് ആ ആയത്ത് ഇറങ്ങിയ സ്ഥലത്തെയും ആ ആയത്ത് ഇറങ്ങിയതായ ദിവസത്തെയും പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു യഹൂദിയോട് മറുപടി പറയുകയുണ്ടായി. മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേ ദിവസം സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അന്ന് അവിടത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന മുഅ്മിനീങ്ങളോട്, സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുദീർഘമായ അർത്ഥസമ്പുഷ്ടമായ വിശദമായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യർക്കുള്ളതായ പരിഗണനകൾ, മനുഷ്യർക്ക് ലോകത്തുള്ള ഏതു മനുഷ്യനാകട്ടെ അവർക്കുള്ളതായ പരിഗണനകൾ എന്നുള്ള വിഷയത്തിൽ കുറച്ച് പോയിന്റ്സുകൾ തയ്യാറാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഈ പോയിന്റ്സുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തെ അവലംബമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. നാം ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം, ആ പ്രസംഗം UNA-യുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആസ്പദമാക്കിയിട്ടുള്ളതായി നമുക്ക് കാണാം. പ്രധാനമായിട്ട് അന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യകുലത്തിനോട് പ്രത്യേകമായി പരസ്പരം അന്യോന്യം വകവെച്ച് കൊടുക്കേണ്ടതായ നിയമങ്ങളെപ്പറ്റി, മൂല്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. ഒന്നാമത്തേത്, ഒന്നാമത്തെ പോയിന്റ് ഹുർമത്തുദ് ദിമാഇ വൽ അംവാലി വൽ അഗ്റാൽ, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേ ദിവസത്തിൽ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ وفي شهركم هذا وفي بلدكم هذا إلى يوم تلقون ربكم. അന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാം. ആ ഒരുമിച്ച് കൂടിയ മനുഷ്യ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇന്ന അംവാലക്കും, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും, വദിമാഅക്കും, നിങ്ങളുടെ രക്തവും, വഅറാലക്കും, നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ വസ്തുവകകളുമെല്ലാം ഹറാമുൻ, അത് പവിത്രമാണ്. മനുഷ്യ സമൂഹത്തിന്റെ ജീവനും സ്വത്തും സമ്പത്തുമെല്ലാം അത് പവിത്രതയുള്ളതായ വസ്തുവാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ, ഇന്നേ ദിവസത്തിന്റെ, അറഫാ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, പവിത്രത പോലെ, വഫീ ശഹരിക്കും ഹാദാ, ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എത്രത്തോളം പവിത്രതയുണ്ടോ, എത്രത്തോളം പരിശുദ്ധമായിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിനത്തെയും പരിശുദ്ധമായ മക്കയെയും പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തെയും കണക്കാക്കുന്നത്, അതുപോലെ തന്നെ ഓരോ മനുഷ്യരുടെയും രക്തത്തിനും ജീവനും അവന്റെ സ്വന്തം വസ്തുവകകൾക്കുമെല്ലാം പവിത്രതയുണ്ട് എന്ന് ലോകത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഇഅ്ലാനുൽ മുസാവാതി വ ഇബ്താലുൽ ഉൻസുരിയ്യ, ലോകത്തുള്ളതായ മുഴുവൻ മനുഷ്യരും സമന്മാരാണ് എന്ന ലോകത്തിനോട് തന്നെ സമത്വത്തിന്റെ പ്രഖ്യാപനം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുകയാണ്. വ ഇബ്താലുൽ ഉൻസുരിയ്യ, വർഗീയമായ വിവേചനം. നമുക്കറിയാം, കറുത്തവനെന്നും വെളുത്തവനെന്നും ചുമന്നവനെന്നും അല്ലെങ്കിൽ ചുമക്കാത്തവനെന്നുമെല്ലാം ലോകത്ത് പലതരം മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ളതായ മനുഷ്യന്മാരെല്ലാം സമന്മാരാണ്. അങ്ങനെയുള്ളതായ മനുഷ്യന്മാരെ പ്രത്യേകമായ പരിഗണനകൾ കൊണ്ട് അവന്റെ തൊലിയുടെ നിറത്തിന്റെ പേരിലോ അവൻ ജനിച്ച ദേശത്തിന്റെ പേരിലോ വേർതിരിവ് പാടില്ല എന്ന് ലോകത്തോട്, മനുഷ്യ സമൂഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയതായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. തുടർന്ന് പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, വാഹിദുൻ, ഒരുവനാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്. ഇന്ന അബാക്കും വാഹിദ്, അലാ, നിങ്ങൾ അറിയണം, ലാ ഫളല ലി അറബിയിൻ അലൽ അജമി, അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വല അഅജമിയും വല അറബി, അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. അറബികൾ നമ്മളെക്കാൾ, അറബികളല്ലാത്തവരെക്കാൾ ഉയർന്നവരല്ല. നാം ആരും അറബികളെക്കാളും ഉയർന്നവരല്ല. വലാലി അഹ്മരിൻ അലാ അസ്വദ്, കറുത്തവന് ചുമന്നവനേക്കാൾ ശ്രേഷ്ഠതയില്ല. ചുമന്നവന് കറുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല. അന്നാസു മിൻ ആദം, ജനങ്ങൾ മുഴുവനും ആദമിൽ നിന്നുള്ളവരാണ്. വ ആദമു മിൻ തുറാബ്, ജനങ്ങൾ മുഴുവനും ആദം നബിയുടെ സന്തതികളാണ്. ആ ആദമോ മിൻ തുറാബ്, മണ്ണിൽ നിന്നും പടയ്ക്കപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിലുള്ള വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ അള്ളാഹുവിന്റെ അടിമകളും മുഴുവൻ സൃഷ്ടികളും മനുഷ്യരും
ഒരൊറ്റതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ സമന്മാരാണ് ഒരു കൂട്ടം ആളുകൾ ഒഴികെ, ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കൊഴികെ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു പരിഗണനകളും ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ ഒരു പ്രഭാഷണം നടത്തിയതായ ദിവസമാണ് യൗമു അറഫ. അതുപോലെ തന്നെ അൽ വസിയ്യത്തു ലിന്നിസാ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, സ്ത്രീകളോടുള്ളതായ ഒരു ഉപദേശം റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കുകയാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, അവിടെ കൂടിയിരുന്നവരോട് നബി തങ്ങൾ പറയുകയാണ്, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അഖൽതുമൂഹുന്ന ബി അമാനില്ല, അള്ളാഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിച്ചവരാണ്. നമുക്കറിയാം, നമുക്ക് ഉസ്താദുമാർ നിക്കാഹ് ചെയ്ത് നൽകുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വലിയതായ ഒരു ഉടമ്പടിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വസ്തഹിലൽതും ഫുറൂജഹുന്ന, അവരെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കി തന്നിരിക്കുന്നു. വലക്കും അലൈഹിന്ന, നിങ്ങൾക്ക് അവരുടെ മേൽ ബാധ്യതയുണ്ട്. വലഹുന്ന അലൈക്കും, അവർക്ക് നിങ്ങളോടും ബാധ്യതകളുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീടുകളിലേക്ക് അടുപ്പിക്കരുത് എന്നുള്ളത് ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ മേലുള്ളതായ ഉത്തരവാദിത്തം എന്താണ്? റിസ്ഖുഹുന്ന വ കിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് മാന്യമായി അവരോട് പെരുമാറണം, അവർക്ക് മാന്യമായ വസ്ത്രം നൽകണം, അവർക്ക് മാന്യമായ ഭക്ഷണം നൽകണം. ഇതെല്ലാം പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ളതായ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉപദേശം നൽകുകയാണ്. അങ്ങനെ മർമ്മപ്രധാനമായ മനുഷ്യവർഗത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വത്തിന് വേണ്ടതായ, സമത്വത്തിന് വേണ്ടതായ കുറേയധികം ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതായ ഒരു ദിവസം, ആ ദിവസമാണ് അറഫ എന്നുള്ളത്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ളതായ ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, ആ അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ അധികമായി ഒരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നില്ല എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. മാത്രമല്ല, അറഫ ദിവസത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, അന്ന് ഹാജിമാരെല്ലാവരും അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ നാം അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അന്നേ ദിവസം നോമ്പ് പിടിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ 4 മദ്ഹബുകളിലും സുന്നത്തുള്ളതായ കാര്യമാണ്. അന്നേ ദിവസം നോമ്പുകാരായിരിക്കാൻ നാം ശ്രദ്ധിക്കുക. നമുക്ക് അറഫ ദിവസം വരുന്ന ബുധനാഴ്ചയിലാണ്. അന്നേ ദിവസം പകലിൽ എല്ലാവരും നോമ്പുകാരായിരിക്കുക. അന്ന് സുബഹി മുതൽ തന്നെ തക്ബീറുകളെ അധികരിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്, ഖൈറു ദുആഇ ദുആഇ യൗമി അറഫ. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുആകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് അറഫ ദിവസത്തിൽ ചെയ്യുന്ന ദുആ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായ അറഫ നോമ്പിനെ പറ്റി അതിനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസിനെ പറയുന്നുണ്ട്, അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനത്തല്ലദീ ഖബ്ലഹു വസനത്തല്ലദീ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങളെ പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അന്നേ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകതയായി, പ്രതിഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അറഫ ദിവസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ദിവസമാണ്. സാധാരണ പോലെ ഒരു ദിവസം വ്യത്യാസമാണ് സൗദി അറേബ്യയുമായിട്ട് നമുക്കുള്ളത്. സൗദി അറേബ്യയിൽ കണ്ട പിറ അടിസ്ഥാനപ്പെടുത്തിയോ അവരുടെ മാസം കണക്കാക്കിയോ അല്ല നമ്മളുടെ നാടുകളിൽ പിറ കണക്കാക്കേണ്ടത്, മാസം കണക്കാക്കേണ്ടത് എന്ന് നാം അറിഞ്ഞിരിക്കുക. പുത്തൻവാദികളുടെ പ്രചരണങ്ങളിൽ നാം ആരും വീണു പോകരുത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരിൽ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുധനാഴ്ച പകലിൽ അറഫയുടെ നോമ്പ് ആരും മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പെരുന്നാൾ ദിവസം വ്യാഴാഴ്ചയായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വിശദ വിവരങ്ങൾ അറിയിക്കുന്നതാണ്.
وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.